മോർ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ചായ ഉണ്ടാക്കാൻ പോവാണ്, ഓറഞ്ച് ചായ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടാം. അപ്പം കട്ട് ചെയ്ത് നമുക്കപ്പോൾ ഈ തൊണ്ട് മാറ്റി കൊടുക്കാം. ഇതിന്നപ്പോൾ എല്ലാ ഓറഞ്ചും വേണ്ട, നമുക്കൊരു 3-4 ഓറഞ്ച് മതി. അപ്പോൾ നമുക്ക് അപ്പോൾ ആ ഓറഞ്ചിൻ്റെ അകത്ത് നിന്ന് അല്ലിയൊക്കെ എടുത്തിട്ട് നമ്മളിതാ ആ തൊണ്ട് മാത്രം ആക്കിയിട്ടുണ്ട്. ഇതപ്പോൾ നമുക്ക് ആവശ്യമുണ്ട്, കളയരുത്. അപ്പം ഞാൻ ദേ 4 ഓറഞ്ച് അല്ലി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് 1 ഗ്ലാസ് വെള്ളം, ഞാനിവിടെ 1 ഗ്ലാസ് ചായ ഇട്ട് തിളപ്പിക്കുന്നത്, അപ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിക്കാം. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. എന്താ ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ ആ തൊണ്ടിനകത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഓരോരോ കുത്തായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ എല്ലാ ഭാഗത്തായിട്ട് ഓരോരോ കുത്തുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ഓരോ കുത്തുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടേതാ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് ഇനിയിപ്പോൾ ആ ഗ്ലാസ്സിലോട്ട് നമുക്ക് ഈ തൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്തോരാണ് ചായ ഇടുന്നത് അതനുസരിച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് ചായ ഉണ്ട് വെച്ചേക്കണം, അപ്പോൾ അതിനനുസരിച്ചുള്ള ചായപ്പൊടിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊണ്ട് നമുക്ക് എടുക്കാം. അപ്പം അച്ചുകൂട്ടാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട് അച്ചു? ഇഷ്ടപ്പെട്ടാ? എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. അപ്പോൾ ചായ ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാലും ഓറഞ്ച് മേടിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും എല്ലാവർക്കും ബൈ ബൈ.